ഹലോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ട ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു. ചിലത് അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഓരോരോ സമയമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്. വീട് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമാണ്. എന്നാൽ ആ സ്വപ്നത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ ചിലരുടെ കടുത്ത തീരുമാനങ്ങൾ വേണ്ടി വന്നു. ആദ്യം അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. പിന്നെ പിന്നെ പതിയെ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായി അത് മാറി. അതെ, ഞങ്ങൾക്ക് ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും ജീവിതാവസാനം വേറെ നെഞ്ചോട് ചേർക്കാൻ ഒരു കൊച്ചു വീട്. ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് എന്ന് പറയാൻ കുറച്ച് ഭൂമി വേണമല്ലോ. അങ്ങനെ ഒരു സ്വപ്ന ഭവനം കെട്ടിപ്പൊക്കാനായിട്ട് ഞങ്ങൾ തിരയാത്ത സ്ഥലങ്ങളില്ല. എല്ലാം ഓരോ കാരണങ്ങളായി ഒഴിഞ്ഞൊഴിഞ്ഞു പോയി. സ്വന്തം നാട്ടിൽ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ച് കാലതാമസം വേണ്ടി വന്നു കേട്ടോ. ഓരോ കാരണം കൊണ്ട് ഓരോ സ്ഥലവും കയ്യിൽ നിന്ന് നഷ്ടമാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലത് അളവ് കഴിഞ്ഞിട്ട് എല്ലാ പേർപ്പസും കഴിഞ്ഞിട്ട് അതുപോലെയൊക്കെ പോകുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. ഞങ്ങൾ വല്ലാണ്ട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അങ്ങനെ 2025 ഡിസംബർ 29 കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ സ്ഥലത്തിൻ്റെ പൂർണ്ണ അവകാശികളായി ഞങ്ങൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു കേട്ടോ. സ്വന്തം നാട് വിട്ട് പോകണ്ട എന്നുള്ളത് കൊണ്ടും പിന്നെ മോളുടെ സ്കൂളൊന്നും മാറ്റി ചേർക്കണ്ട എന്നുള്ളത് കൊണ്ടും കോഴിക്കോട് പന്തീരങ്കാവ് തന്നെയായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. പന്തീരങ്കാവ് ആയതുകൊണ്ടും ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉള്ളത് കൊണ്ട് സെൻറ്റിന് തന്നെ ലക്ഷങ്ങളായിട്ടോ. 2019 മെയ് 13 ഞങ്ങളുടെ കല്യാണം. അന്നു മുതൽ ഈ കുറച്ച് കാലയളവിൽ വരെ അങ്ങനെ ഒരു സ്വപ്നം തന്നെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്വന്തമായിട്ട് കുറച്ചൊരു തരി ഭൂമിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു വിലയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന കുറച്ച് കാലഘട്ടമായിരുന്നു അത്. ഇതിന് കാരണങ്ങളായ ദൈവത്തിനോടും എൻ്റെ അമ്മേനോടും ഏട്ടനോടും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എനിക്ക് എന്തോ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ നെഞ്ഞു വിങ്ങും. എന്തായാലും 2025 എനിക്ക് വളരെ മോശപ്പെട്ടൊരു സമയമായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസംബർ 29 ഞാൻ അത്രയും സന്തോഷിച്ചൊരു ദിവസം വേറെ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.